നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. ഒറ്റപ്പാലം ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടിന്റെ അഭിമാന താരങ്ങളായി 5 വിദ്യാർത്ഥികൾ. വഴിയരികിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണം പോലീസിന്റെ സഹായത്തോടെ ഉടമയ്ക്ക് കൈമാറിയാണ് ഇവർ നാടിന്റെ അഭിമാന താരങ്ങളായത്. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ ഒറ്റപ്പാലം സ്വദേശികൾ ആർ ജയദീപ്, ഡാൻ ജോസ് ടോണി, കണ്ണിയമ്പുറം സ്വദേശി MK ജിതിൻ കൃഷ്ണ, തോട്ടക്കര സ്വദേശി M അദ്വൈത്, വരോട് സ്വദേശി അരുൺ എന്നിവരാണ് സത്യസന്ധതയുടെ മാതൃകയായത്. S1 കുട്ടികളാണ് ഈ 5 പേരും. ഇവര് ഇന്നലെ SPCയുടെ പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ ഇവർക്കൊരു കടയുടെ മുന്നിൽ നിന്നത് കളഞ്ഞു കിട്ടുകയും ഇവരത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അവർ ഞങ്ങളോടൊന്നും ഇത് പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ഇത് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. വഴിയരികിൽ നിന്നും കിട്ടിയ സ്വർണം 5 പേരും ചേർന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇക്കാര്യം മറ്റ് സഹപാഠികളോടോ അധ്യാപകരോടോ ഒന്നും പറഞ്ഞിരുന്നില്ല. അതൊരു സാമൂഹിക ഉത്തരവാദിത്തമായി മാത്രം അവർ കണ്ടു. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്കൂളിലേക്ക് ഇവരെ തേടിയുള്ള ഫോൺ കോൾ എത്തിയപ്പോഴാണ് അധ്യാപകരും സഹപാഠികളും വിവരം അറിയുന്നത്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായ വിവരം സ്കൂളിൽ അറിയണത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് ഇത്ര വലിയൊരു കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല. വളരെ സാധാരണമായി ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി എന്നേ കുട്ടികൾ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ വിളിച്ചപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ സ്വർണ്ണമാല നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് കൊണ്ടുവന്ന് തന്നത് എന്ന് പറഞ്ഞത്. അവരെ അഭിനന്ദിക്കാൻ ഒന്ന് സ്കൂളിൽ നിന്ന് അവിടെ എത്തിക്കുമോ എന്ന് ചോദിച്ചു. അവരാദ്യമൊന്നും മടിച്ചുവെങ്കിലും അവർ വന്നു. അത് അവർ ചെല്ലുകയും ആ ഒരു കുടുംബവുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായുള്ള പ്രവേശന പരീക്ഷ കഴിഞ്ഞ് തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു ആഭരണം കളഞ്ഞുകിട്ടിയത്. അവർ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറുകയായിരുന്നു. സംഭവം ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴി റോഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ടു. അപ്പോൾ ഇവനാണ് അത് ആദ്യം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് നേരെ എന്താ ചെയ്യുക, സ്വർണ്ണമാണോ ആദ്യം നോക്കണം. പിന്നെ സ്വർണ്ണ മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അവർ പറഞ്ഞു അത് സ്വർണ്ണമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആവാനുള്ള പ്രവേശന പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ. ഇവരുടെ സൽപ്രവൃത്തിയെ ഒറ്റപ്പാലം പോലീസും ഏറെ പ്രശംസിച്ചു. വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പട്ടാമ്പിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് വന്നവരുടെ ആഭരണമായിരുന്നു നഷ്ടപ്പെട്ടത്. വിദ്യാർത്ഥികൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആഭരണം ഉടമയ്ക്ക് കൈമാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.